Just see Vinci Barreto sprinting over, possibly coming on. Sangwan is now the chance. He's beaten Charanjit. The Marina Arena celebrates. അതെ, ബ്ലാസ്റ്റേഴ്സ് ഒരിക്കൽ കൂടെ മറീന അരീനയിൽ മുട്ടുമടക്കുന്നു. ചരിത്രത്തെ തിരുത്തി എഴുതാൻ സാധിക്കാതെ തോറ്റുമടങ്ങുന്നു. ഏറെ ആവേശത്തോടെയും ആകാംക്ഷയോടെയും കൂടെയായിരുന്നു ചെന്നൈയിലെ മറീന അരീനയിൽ കൊമ്പന്മാർ പന്ത് തട്ടിയിരുന്നത്. ഒരിക്കൽ പോലും അവിടം വിജയിക്കാൻ സാധിക്കാതെ ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ 10 വർഷമായി ഏറെ ബുദ്ധിമുട്ടുകയായിരുന്നു. 2023-24 സീസണിൽ ആ ചരിത്രത്തെ തിരുത്തി എഴുതാൻ ഒരവസരം ലഭിക്കുന്നു. ഒരു സുവർണാവസരം. പരിക്കെന്ന 3 അക്ഷരം ബ്ലാസ്റ്റേഴ്സിനെ വല്ലാതെ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. നായകൻ അഡ്രിയാൻ ലൂണയുടെ പരിക്ക് ബ്ലാസ്റ്റേഴ്സിനെ വല്ലാതെ ബാധിച്ചിരുന്നു. ലൂണയില്ലാതെ പാതി തകർന്ന ബ്ലാസ്റ്റേഴ്സ് കേൾക്കുന്നത് കോമി പെപ്രയുടെയും പിന്നീട് ദിമിയുടെയും പരിക്കായിരുന്നു. എങ്കിലും വിശ്വാസം കൈവിടാതെ അവർ പൊരുതി. വീണ്ടും നിർഭാഗ്യം തന്നെ. ആ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് നഷ്ടമായത് സച്ചിൻ സുരേഷിനെയും മാർക്കോ ലെസ്കോവിച്ചിനെയുമാണ്. ഇതോടെ ബ്ലാസ്റ്റേഴ്സ് പൂർണ്ണമായും തകർന്നിരുന്നു. ഇവാനിലൂടെ അദ്ദേഹത്തിൻ്റെ മാന്ത്രികതയിലൂടെ പൂർവോപരി ശക്തിയോടെ തിരിച്ചു വരുമെന്ന് തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അടിയുറച്ച് വിശ്വസിച്ചിരുന്നത്. എന്നാൽ നിർഭാഗ്യങ്ങളുടെ നീരാളിപ്പിടുത്തത്തിൽ ബ്ലാസ്റ്റേഴ്സ് വീണ്ടും പരാജയപ്പെടുന്നു. അങ്ങനെ ഒരിക്കൽ പോലും ഇൻഡോർ സ്റ്റേഡിയത്തിൽ വിജയിക്കാൻ സാധിക്കാതെ ചരിത്രം ചെന്നൈയിൻ എഫ്സിക്ക് കൂടെ തന്നെ. ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കണ്ടുമറന്ന തുടർച്ചയായ പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു പഴയ ബ്ലാസ്റ്റേഴ്സിനെ ഇപ്പോൾ വീണ്ടും ഓർമ്മ വരുന്നു. അത് ഞങ്ങൾ വീണ്ടും കണ്ടിരിക്കുന്നു. ആർക്കു മുമ്പിലും എവിടെയും പരാജയപ്പെടുന്ന ഒരു ബ്ലാസ്റ്റേഴ്സ്. എന്നാൽ ആദ്യം വമ്പന്മാരെ തകർത്തെറിഞ്ഞപ്പോൾ താരങ്ങൾ നൽകിയത് വലിയൊരു പ്രതീക്ഷ തന്നെയായിരുന്നു. ആ ഒരു പ്രതീക്ഷയിലൂടെ കണ്ട സ്വപ്നങ്ങളും അതേറെയായിരുന്നു. എന്നാൽ മെല്ലെ അതും അസ്തമിച്ചു. എന്ത് തന്നെയായാലും എന്ത് തന്നെ സംഭവിച്ചാലും ഏതു വലിയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നാലും മഞ്ഞപ്പട ബ്ലാസ്റ്റേഴ്സിന് കൂടെ തന്നെ ഉണ്ടാകും. ഇതിലും വലിയ മോശം സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നപ്പോഴും 12ാമനായി പലരും കൂടെ തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് പ്രതീക്ഷിക്കാം, ഈ മോശം സാഹചര്യത്തിൽ നിന്നും പടികൾ കയറി ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഈ ഒരു സീസണിൽ പൂർവ്വശക്തിയോടെ മടങ്ങി വരാൻ സാധിക്കുമെന്ന്. അവസാനം ആ കിരീടം കേരളത്തിലോട്ട് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഏറെ പ്രതീക്ഷയോടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു.